ഹായ് എവ്രി വൺ, അസ്സാമു അലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത്. അപ്പം എന്തായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തുടങ്ങാം അല്ലേ. അപ്പം ഞാൻ തലേ ദിവസം ഗോതമ്പ് തെർമൽ കുക്കറിൽ കുറച്ച് നേരം വേവിച്ചിട്ട് അതിലിറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൽ തേങ്ങയും ഒക്കെ ചേർത്തിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി കുറച്ചും കൂടെ വെള്ളം ഒന്ന് ഡ്രൈ ആക്കി എടുക്കാനുണ്ട്. അപ്പം ഒന്ന് നെയ്യിൽ തൂമിക്കുന്ന സമയത്ത് കുറച്ചധികം സമയം വെച്ചിട്ട് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാൻ വിചാരിച്ചു. നമ്മളിങ്ങനെ തെർമൽ കുക്കറിൽ വെക്കുന്ന സമയത്ത് കുറച്ച് നേരത്തെ ഗോതമ്പ് കഴുകിയിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ പെട്ടെന്ന് ഗോതമ്പ് വെന്ത് കിട്ടും കേട്ടോ. അപ്പം ഇത് ഞാൻ ഏകദേശം ഒരു അരമണിക്കൂറോളം സ്റ്റൗവിൽ വെച്ച് വേവിച്ചതിന് ശേഷമാണ് ഈ ഒരു തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുള്ളത്. ഈ ഒരു വീഡിയോ സ്കൂൾ തുറക്കുന്നതിൻ്റെ കുറച്ച് ദിവസം മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതാ സവാളയൊക്കെ വറവായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഏലക്കായൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഗോതമ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ വെള്ളം, ഇതിപ്പോൾ ഗോതമ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ, നല്ലോണം അലിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ വെച്ചത് കുറച്ച് വെള്ളം കൂടിപ്പോയി. അപ്പോൾ അത് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്ക് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. തലേ ദിവസം ഷെസിനും ഷെയ്സും കിടന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റിന് നൂഡിൽസ് മതിയെന്ന്. അപ്പോൾ നമ്മൾ അഗാരയുടെ ഈ ഒരു മൾട്ടി കുക്ക് കെറ്റിൽ വിത്ത് സ്റ്റീമറിലാണ് നൂഡിൽസ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കാറ്റലോഗ് ഉണ്ട്. അതിൽ ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും അതുപോലെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് അഗാരയുടെ മൾട്ടി കുക്ക് കെറ്റിൽ വിത്ത് സ്റ്റീമർ. അഗാരയുടെ ഈ ഒരു മൾട്ടി കുക്ക് കെറ്റിൽ കാണാൻ തന്നെ ഭയങ്കര ക്യൂട്ടാണല്ലേ. ഇപ്പോൾ ഇതിൽ മുട്ടയൊക്കെ പുഴുങ്ങിയെടുക്കാനും അതുപോലെ വെജിറ്റബിൾസ് സ്റ്റീം ചെയ്തെടുക്കാനൊക്കെ പറ്റുന്ന ഒരു കെറ്റിലാണ് കേട്ടോ അത്. നമുക്കിതിൽ പാസ്ത വേവിക്കാം, അതുപോലെ തന്നെ നൂഡിൽസും ഒക്കെ വേവിച്ചെടുക്കാനും പറ്റും. അതുപോലെ റൈസ് വേവിക്കാം. റൈസ് വേവിക്കുമ്പോഴും എന്താ, അപ്പോൾ ഞാൻ നൂഡിൽസ് ഇട്ട പോലെ ഈ ഒരു രീതിയിൽ തന്നെ നൂഡിൽസും പാസ്തയും റൈസും ഒക്കെ ഇതിൽ വേവിച്ചെടുക്കാൻ പറ്റണത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ടോപ്പ് വെച്ചിട്ട് അടച്ചു വെക്കാനും പറ്റും. കാണാനും നല്ല ക്യൂട്ടാണ്, അതുപോലെ തന്നെ യൂസ്ഫുള്ളും ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ പർച്ചേസിങ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിലും ഒക്കെ ആയിട്ട് കൊടുക്കാം. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഷെയ്സൂട്ട് എന്താ അവിടെ നൂഡിൽസ് അവിടെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ നൂഡിൽസ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് മീനൊന്ന് വെള്ളത്തിലിട്ട് വെക്കട്ടെ, അതിൻ്റെ ഐസൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 സെറ്റ് മീൻ എടുത്തിട്ടുണ്ട്. ഞാൻ മുണ്ടറുമ്പിലൊന്ന് പോവാണ്, എൻ്റെ വീട്ടിൽ പോവുകയാണ്. അപ്പം അവർക്ക് ഉമ്മാക്കും ഉപ്പാക്കും നാളത്തേക്കുള്ള മീനും കൂടെ ഒന്ന് മസാലയൊക്കെ തേച്ച് റെഡിയാക്കി വെക്കാൻ വിചാരിച്ചു. അപ്പം 2 മീനും എടുത്തിട്ടുണ്ട്. ഇനി ചോറിന് അരിയിടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്ന് സ്റ്റൗവിൽ വെക്കട്ടെ. അതേപോലെ തന്നെ നാളെ അടുത്ത ദിവസം ദോശയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് അരിയും ഉഴുന്നൊക്കെ ഒന്ന് വെള്ളത്തിലിടണം. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിചാരിച്ചു. ഇത് കുറച്ച് മട്ടേരിയാണ് കേട്ടോ. പച്ചരിയിലേക്ക് കുറച്ച് മട്ടേരിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആവും കേട്ടോ ഇഡ്ഡലിയും ദോശയൊക്കെ. ഇപ്പോൾ ഗോതമ്പ് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലെ വെള്ളമൊക്കെ പാകത്തിനായി വന്നിട്ടുണ്ട്. കുറച്ചൊരു ലൂസിൽ വേണമല്ലോ, എന്നാലല്ലേ കഴിക്കാനൊരു ടേസ്റ്റ് ഉള്ളൂ. അസ്കർക്കാർക്ക് ഇതിലേക്ക് ശർക്കര മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ശർക്കര ഒന്ന് കത്തി കൊണ്ട് ചുരണ്ടി ഇട്ട് കൊടുക്കുകയാണ്.
ഇനി ചോറിനുള്ള അരിയും കൂടെ ഒന്ന് കഴുകിയിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് വിചാരിച്ച്. വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ, ഓരോന്ന് കഴിയട്ടെ, ഇത് കഴിയട്ടെ, അത് കഴിയട്ടെ വിചാരിക്കുമല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അപ്പോൾ എന്തായാലും സമയം അധികം ലേറ്റ് ആയിട്ടൊന്നുമില്ല. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികൾ വേഗം കഴിഞ്ഞല്ലോ, ഗോതമ്പായതുകൊണ്ട്. അസ്കർക്കാക്ക് എന്തോ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലോ അങ്ങനെയൊക്കെ പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ അസ്കർക്ക് അങ്ങനെ ഇറങ്ങുകയാണ്. ഇനി മുണ്ടുപറമ്പ് വീട്ടിലേക്ക് വരും. നമ്മൾ ഒരു ദിവസത്തിനാണ് പോണത്, അടുത്ത ദിവസം തന്നെ തിരിച്ചു വരും. അപ്പോൾ ഇനി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ശർക്കര ഇട്ടിട്ടുള്ള കട്ടൻ ചായയും കുടിക്കാൻ വിചാരിച്ചു. ഇതാ വെക്കേഷൻ മൊത്തം ഈ ഒരു ഫോണും ടി വിയും അതിൽ മാത്രം ഇരുന്നു കേട്ടോ ഇവർ ഫുള്ള് കളിയും കാര്യങ്ങളും. ഏറെക്കുറെ എല്ലാ സ്ഥലത്തും ഈ ഒരു അവസ്ഥയൊക്കെ തന്നെയാണ് തോന്നണു അല്ലേ. ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഇതേപോലൊക്കെ തന്നെയാണ് അവരുടെ വീട്ടിലൊക്കെ നടക്കണത് എന്ന്. അപ്പോൾ ഞാനെൻ്റെ വേഗം ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. അപ്പം നിങ്ങൾക്കറിയുന്നുണ്ടാവും, ഞാനൊരു ക്ലോത്തിങ് സ്റ്റോർ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ അതിൻ്റെ ഡിസ്കഷനും അതിൻ്റെ സ്റ്റോക്ക് എടുക്കുന്ന ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നേരം വാട്സപ്പിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇനി ക്ലീനിങ്ങും അതുപോലെ ലഞ്ചിൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ചോറ് ഓൾറെഡി ഞാൻ കർണൽ കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താപ്പോൾ പഴയ പോലെ വീഡിയോ ഇടാത്തത്, അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാനിതിൽ പറയാം ഈ ഒരു വീഡിയോയിൽ. എന്നാൽ ഞാൻ വേഗം ക്ലീനിങ് ചെയ്യാം. എന്നിട്ട് പിന്നെ മീനൊക്കെ നന്നാക്കാനുണ്ട്. ഇന്നാണെങ്കിൽ ഞാൻ മുണ്ടോട്ട് വീട്ടിൽ പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് തിരക്കും അങ്ങനത്തെ ആയിട്ട് ഉണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നോക്കട്ടെ. കുറച്ച് നേരം ഫോണിൽ ഇരുന്നിട്ട് സമയം പോയിട്ടോ. ഈ സ്റ്റോറും കാര്യങ്ങളും ഓൺലൈൻ സ്റ്റോറും ഒക്കെ നമ്മൾ വിചാരിച്ച പോലെ അങ്ങനെ ഈസി അല്ല. കസ്റ്റമേഴ്സിനെയൊക്കെ ഹാൻഡിൽ ചെയ്യണം, നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങളും നോക്കണം. അപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ടും കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും കൂടെയാണ് മാനേജ് ചെയ്യുന്നത്. എന്നാലും രണ്ടാളും ഫസ്റ്റാണ് ഈ ഒരു ഫീൽഡിൽ. അപ്പം അതിൻ്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ബാക്കി നമ്മുടെ സാരിയുടെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ക്ലോത്തിങ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അപ്പം അതിൽ നമ്മുടെ സാരിൻ്റെ കളക്ഷൻസും അതുപോലെ തന്നെ മാച്ചിങ് ആക്സസറീസും ഉണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ആ ഒരു പേജിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മളെപ്പോഴും ഞാൻ പറയുന്ന പോലെ പലരുടെയും ബിസിനസ്സുകൾ പരിചയപ്പെടുത്തിയിട്ടുള്ള ശീലമുള്ളൂ. അപ്പം നമ്മളുടെ ബിസിനസ് വന്നപ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഉണ്ടാക്കണം എന്നൊക്കെയുള്ളതൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. ആദ്യം തന്നെ കിളിമീൻ അല്ലെങ്കിൽ പുതിയാപ്പിളക്കോര എന്നാണ് നമ്മൾ പറയുക. ആ മീനൊന്ന് ക്ലീൻ ചെയ്യട്ടെ. അയില പിന്നെ ഉമ്മാക്കുപ്പാക്കും നാളത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ക്ലീൻ ചെയ്ത് വെക്കാൻ വിചാരിച്ചു. മീനുകളൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കട്ടെ. നമ്മളുടെ കോരമീൻ സെറ്റായിട്ടുണ്ട്. ഇനി അയിലനെയും കൂടെ ഒന്ന് ഉഷാറാക്കി എടുക്കട്ടെ.
നമ്മളിന്ന് ലഞ്ചിന് തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബംഗാൾ ഡിഷാണ്. ഒരു ബ്രിഞ്ചാളൊക്കെ വെച്ചിട്ട് തൈരിലിട്ടിട്ടുള്ള, നിങ്ങളൊക്കെ പലരും കണ്ടിട്ടുണ്ടാവും, വീഡിയോസിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിഷാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കുറേ ആയി അതൊന്ന് ട്രൈ ചെയ്യണം വിചാരിക്കണം. അപ്പോൾ ഈ ഒരു വഴുതന വെച്ചിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കാറ്. അപ്പോൾ അത് റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ആദ്യം. അതിൻ്റെ ഇടയിൽ മീനും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കട്ടെ. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതന ഒന്ന് മസാല പുരട്ടണം. അതിന് വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് വലിയ ജീരകം പൊടിച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ മീനൊക്കെ മസാല പുരട്ടി വെക്കണ പോലെ ഇതുപോലെ ഒന്ന് എല്ലാം ഒന്ന് മസാല തേച്ചെടുക്കണം. ഇനി ഇത് മീനൊക്കെ പൊരിച്ചെടുക്കണ പോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിത് റീൽസിന് വേണ്ടിയിട്ടും ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതാണ് സൈഡിൽ ഫോൺ നിങ്ങൾ സ്റ്റാൻഡിൽ കാണുന്നത്. ഇപ്പോൾ രണ്ട് റേഷ്യോയിലായതുകൊണ്ട് യൂട്യൂബിലേക്കുള്ളതും ഇൻസ്റ്റേക്കുള്ളതും രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഷൂട്ട് ചെയ്യണം. അപ്പോൾ നല്ല സമയം എടുക്കും കേട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ. ഇനി ഒരു പാത്രത്തിൽ നമുക്ക് തൈര് എടുക്കണം കേട്ടോ. തൈരിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വഴുതന ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് താളിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് സവാളയോ അല്ലെങ്കിൽ ചെറിയ ഉള്ളിയോ ഒക്കെ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് താളിച്ചിട്ട് നമ്മൾ ഈ ഒരു വഴുതന തൈരിലിട്ടതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നല്ലോണം ഒന്ന് സെറ്റായി അതിലേക്ക് വഴുതനയിലേക്ക് അതിൻ്റെ പുളിയൊക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ. ഇനി ഇത് വേവിക്കൊന്നും വേണ്ട കേട്ടോ. ഇതിനി ഒന്ന് നല്ലോണം അതിലേക്കെല്ലാം പിടിക്കട്ടെ. അപ്പോൾ ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേഗത്തിൽ പോയി കുളിക്കണം. ഇന്ന് ക്ലീനിങ്ങിന് വരുന്ന ചേച്ചി വരുന്ന ദിവസമല്ല കേട്ടോ. അപ്പം ഷേസ അകത്തൊക്കെ ക്ലീൻ ആക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളുടെ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ കഴിഞ്ഞു. ഇനി വേഗത്തിൽ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ലഞ്ച് കഴിക്കണം. ലഞ്ച് കഴിച്ചിട്ട് പോകാനുള്ള പരിപാടികളൊക്കെ കുറച്ചും കൂടെ റെഡിയാക്കാനുണ്ട്. ഷേസത അവിടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അലക്കി കൊടുന്ന തുണികളൊക്കെ മടക്കി വെക്കലും അതുപോലെ പോകാനുള്ളതൊക്കെ പാക്ക് ചെയ്തൊക്കെ വെക്കുകയാണ്. ഈ ഒരു ബ്രിഞ്ചാളിൻ്റെ ഈ ഒരു കറി ഷേസയും കുറേ ദിവസമായിട്ടോ ഇൻസ്റ്റയിൽ കാണുമ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയണം. അപ്പോൾ ഞാനും ഓളും അതുപോലെ അസ്കർക്കൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. എല്ലാവർക്കും ഇഷ്ടമാവുമോ എന്നറിയില്ല. ഞങ്ങൾക്ക് കഴിച്ചപ്പോൾ എന്തായാലും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് ചിരകിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ചിരകി വെക്കട്ടെ. ഈ ഒരു തേങ്ങ ചിരങ്ങുന്ന സ്ക്രൈപ്പർ ഒരുപാട് പേര് ചോദിക്കലുണ്ട് കേട്ടോ. ഇത് നല്ല യൂസ്ഫുള്ളാണ്. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് സെയിം പ്രൊഡക്റ്റിൻ്റെ കമ്പനി ഇപ്പോൾ ഓരോ വിളിച്ചിട്ട് കിട്ടലില്ല. ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, ഒരുപാട് പേര് ചോദിച്ചിട്ട്. ഇനി ദോശക്കുള്ളവും കൂടെ അരച്ച് വെക്കട്ടെ. അപ്പോൾ ഇവിടെ അമ്മായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മായിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഉമ്മാൻ്റെ ആങ്ങളൻ്റെ വൈഫാണ് കേട്ടോ. അപ്പോൾ അതാ ദോശമാവ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഓൺലൈൻ സ്റ്റോർ ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഒരു സാരി എനിക്ക് പോകുമ്പോൾ കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം ഇതിലത്തെ കുറച്ച് പ്രൊഡക്ട്സ് എൻ്റെ അടുത്തും കുറച്ച് പ്രൊഡക്ട്സ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫ്രണ്ട് ഉണ്ട് എന്ന് പറഞ്ഞില്ല, അവളുടെ അടുത്തുമാണുള്ളത്. അപ്പം ഇതാ ഈ ഒരു സാരിയാണ് സെയിലായിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കൊറിയർ ചെയ്യാണ്ട് പോണ വഴിയിൽ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാരിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ
നമ്പറും ഇതിൽ കൊടുക്കുന്നുണ്ട്, വാട്സപ്പ് നമ്പർ. കോൾ ചെയ്യരുത്, കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും റിപ്ലൈ തരും. അപ്പോൾ നമ്മളുടെ അനോക് ക്ലോത്തിങ് സ്റ്റോറിലെ കളക്ഷൻസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ കളക്ഷൻസും. ഇനി ഇതിന് നമ്മൾ പുതിയ കളക്ഷൻസൊക്കെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ സമയത്ത് നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മളുടെ പേജിൽ ഇടുന്നതാണ്. പിന്നെ നമുക്ക് അനോക് ക്ലോത്തിങ് സ്റ്റോറിൻ്റെ ഒരു യൂട്യൂബ് ചാനലും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലും നമ്മൾ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. കോൾ ചെയ്യാൻ പാടില്ല, കോൾ ചെയ്യരുത്. പിന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ DM ചെയ്താൽ മതി. അപ്പം അങ്ങനെയൊക്കെയാണ് അനോക്കിൻ്റെ. ഞാനിതുവരെ നമ്മളുടെ ഡീറ്റെയിൽഡ് വീഡിയോ ഇങ്ങനെ ഒരു യൂട്യൂബ് വീഡിയോയിൽ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ നമ്മളുടെ അനോക് ക്ലോത്തിങ് സ്റ്റോറിനുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമുള്ളവർ പർച്ചേസ് ചെയ്യുക. സാരി ലവേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നമ്മളുടെ പേജ് ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എന്തായാലും ഇത് കൊറിയറും കൂടെ ചെയ്യാൻ വിചാരിച്ചിട്ട് അങ്ങനെ പാക്ക് ചെയ്തെടുത്തേന് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി മുന്നോട്ട് വീട്ടിൽ ചെന്നിട്ട് കാണാം. അമ്മായി നമ്മളെ കൂടെ പോരാണല്ലോ. അസ്സലാമു അലൈക്കും. അങ്ങനെ സാരി കൊറിയർ ചെയ്തതിന് ശേഷം ഇതപ്പോൾ നമ്മൾ പോവുകയാണ് കേട്ടോ, വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ റീസൺ ഒന്നുമല്ല, നമുക്ക് പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് എന്തെങ്കിലും ഒരു പുതുമ നമ്മളുടെ വീഡിയോയിൽ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്കും കാണാനൊരു മടുപ്പായിട്ട് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ എനിക്കും തന്നെ വീഡിയോസ് ഇടുമ്പോൾ ഒരു പുതിയൊരു കണ്ടൻറ്റും കാര്യങ്ങളും ഒന്നുമില്ല. ഒന്നെങ്കിൽ പുതിയ വീട്, അല്ലെങ്കിൽ കല്യാണം, അല്ലെങ്കിൽ പ്രഗ്നൻസി സ്റ്റോറി, ഇല്ലെങ്കിൽ ഡെലിവറി സ്റ്റോറി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ യൂട്യൂബിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒന്നും എനിക്ക് കാണിക്കാനില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് അധികം വരാത്തത്. പറ്റുമ്പോഴൊക്കെ ഞാൻ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണമുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റയിലാണ് ഞാൻ കൂടുതലായിട്ട് ആക്റ്റീവായിട്ടുള്ളത്. റെസിപ്പീസായിട്ടും പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ബിസിനസ്സിൻ്റെ അനോക് ക്ലോത്തിങ് സ്റ്റോറിൻ്റെ പേജൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സാരീസ് ആവശ്യമുണ്ടെങ്കിൽ അതുപോലെ തന്നെ മാച്ചിങ് ആക്സസറീസും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ മുണ്ടർമ്പ് വീട്ടിൽ ആണിപ്പോൾ ഉള്ളത്. അസ്കർക്കയും വന്നു രാത്രിയായപ്പം. വെക്കേഷനായിട്ടൊന്ന് മുണ്ടോർമ്പിൽ വന്ന് നിന്നിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു ദിവസം സ്കൂൾ തുറക്കുന്നതിൻ്റെ മുന്നേ നിൽക്കട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. മോളിയും മക്കളും അതുപോലെ പരപ്പനങ്ങാടി മോളിൻ്റെ വീട്ടിലും പോയതാണ് കേട്ടോ. അപ്പോൾ അസ്കർക്കയും കാക്കയും ഡിന്നറൊക്കെ കഴിക്കുകയാണ്. ചപ്പാത്തിയും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ഡിന്നറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചായ കുടിക്കുമ്പോഴാണ് എൻ്റെ ഡിന്നർ കഴിക്കൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.